ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 5 ദൈവസ്നേഹം. നിനക്ക് വേഗം മോചനം നൽകുവാനും ഭാരമെല്ലാം സന്തോഷമായി പകർത്തുവാനും എനിക്ക് കഴിയും. മിശിഹാനുകരണം പുസ്തകം 3 അധ്യായം 31:5. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ജെറമിയ 1:5. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം ഒരുവനെ അറിഞ്ഞിരിക്കുന്നുവെന്നുള്ളത് ഒരു തത്വശാസ്ത്രത്തിനും നിഷേധിക്കുവാൻ വയ്യാത്ത വസ്തുതയാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇല്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ സൃഷ്ടിച്ചു. നിന്നെ കൊണ്ട് ആവശ്യമില്ലായിരുന്നുവെങ്കിലും തൻ്റെ നന്മയാൽ മാത്രം നീ എന്തായിരിക്കുന്നുവോ അപ്രകാരം നിന്നെ ദൈവം സൃഷ്ടിച്ചു. ദൈവം ഒരുവനെ സൃഷ്ടിക്കുന്നത് അവിടുത്തെ സ്നേഹത്താലാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:26. ദൈവം ഒരു കാന്തമാണെങ്കിൽ അതിലെ ഒരംശം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ദൈവവും മനുഷ്യനും തമ്മിൽ എല്ലായ്പ്പോഴും പരസ്പരം ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ചൈതന്യവും സ്നേഹവും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ജീവൻ അവിടുത്തെ അവകാശമാണ്. ജീവന്റെ ഉറവിടവും അന്ത്യവും അവിടുന്നാണ്. എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവിടുത്തെ നന്മ എനിക്കായി ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ്. ദൈവം സ്നേഹമാണ്. എന്റെ ചിന്ത, ധ്യാന വിഷയം ദൈവം മാത്രമാവണം. ഈ ചിന്തയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുമ്പോൾ ദൈവസ്നേഹ തിരസ്കരണമാവുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശയ്യ 49:15-16 അമ്മയുടെ സ്നേഹമാണ് ഈ ലോകത്തിൽ കിട്ടാവുന്ന വലിയ സ്നേഹം. ഈ ലോകത്തിലും പരലോകത്തിലും നിസ്സീമമായ സ്നേഹമാണ് ദൈവസ്നേഹം, പൂർണ്ണതയുള്ള സ്നേഹം. ആധുനിക ലോകത്തിൽ പെറ്റമ്മ പോലും കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട്, കൊന്നുകളയാറുണ്ട്. നിന്നെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവിൻ്റെ അരുളപ്പാടാണ് ഏശയ്യ 43:1-7. ഈ ബൈബിൾ ഭാഗം ഒരുവന്റെ പേര് ചേർത്ത് വായിക്കുന്നത് നല്ലതാണ്, അർത്ഥവത്താണ്. അരുളപ്പാട് എന്താണ്? ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ദൈവം ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളെ അയച്ച് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നമുക്ക് വിളി തന്നിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും നമ്മോടുകൂടിയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അഗ്നി ജീവിത ക്ലേശങ്ങളാണ്. എന്തിനേയും തരണം ചെയ്യുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും നമ്മെ നശിപ്പിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. വ്യവസ്ഥകളില്ലാതെ, കഴിവുകളും കഴിവുകേടുകളും നോക്കാതെ, ഒരുവൻ ആരെന്ന് നോക്കാതെയുള്ള വ്യക്തിപരമായ സ്നേഹമാണ് ദൈവത്തിൻ്റെതെന്ന് ജെറമിയ പ്രതിപാദിക്കുന്നു. ദൈവം വീണ്ടും വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ജെറമിയ 29:12-14 വരെയുള്ള വചനങ്ങൾ. മോശ പറഞ്ഞു, അവിടുത്തെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. പുറപ്പാട് 33:18. മഹത്വം എന്നാൽ നന്മ എന്ന് ഉൽപ്പത്തി 1:26 നാം കാണുന്നു. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. പുറപ്പാട് 33:19. ദൈവം തന്റെ ഛായയിലും
സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചത് അവിടുത്തെ നന്മയാലാണ്, ഇഷ്ടത്താലാണ്, കരുണയാലും സ്നേഹത്താലുമാണ്. ഇതാണ് ദൈവത്തിന്റെ മഹത്വം. നന്മയോടും സ്നേഹത്തോടും സർവ ജീവജാലങ്ങളുടെ മേലുള്ള ആധിപത്യത്തോടും ജനിപ്പിക്കുവാനുള്ള കഴിവോടും കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. എസെക്കിയേൽ 37:1-10 വരെയുള്ള തിരുവചനങ്ങൾ അസ്ഥികളുടെ താഴ്വര ആണ്. വചനം 10 നാം കേൾക്കുന്നു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു, വലിയ സൈന്യം പോലെ അവർ എഴുന്നേറ്റു. പുരോഹിതനും സാധാരണ പ്രവാചകനുമായിരുന്ന എസെക്കിയേൽ തന്റെ പുസ്തകത്തിന്റെ 2-ാം ഭാഗത്താണ് രക്ഷയുടെ വാഗ്ദാനം മുഴക്കി ദൈവമഹത്വം പ്രഖ്യാപിക്കുന്നത്. ദൈവം തന്റെ ജനത്തിന് പുതിയ ഹൃദയവും ചൈതന്യവും പ്രദാനം ചെയ്യും. ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവചിച്ചപ്പോൾ അസ്ഥികളുടെ കൂമ്പാരം ജീവൻ പ്രാപിച്ചപ്പോൾ വലിയ സൈന്യമായി എഴുന്നേറ്റ് നിന്നു. എന്തായിരുന്നു ആ പ്രവചനം? ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുടെ മേൽ മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അറിയും. എസെക്കിയേൽ 37:6. അസ്ഥികൾ ഊർജമില്ലാത്ത, ജീവനില്ലാത്ത, കഴിവില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്റെ അവസ്ഥയെ ചൂണ്ടിക്കാണി. അസ്ഥികളുടെ താഴ്വര ജീവനില്ലാത്ത ഇസ്രായേൽ ജനമാണ്, നാം ഓരോരുത്തരുമാണ്. ദൈവമാണ് കർത്താവ്. എസെക്കിയേൽ 37:14. നിങ്ങൾ പരിത്യക്തരോ, പ്രതീക്ഷ നശിച്ചവരോ, ക്ഷീണിതരോ, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്തവരോ, സന്തോഷവും സംതൃപ്തിയും ഇല്ലാത്തവരോ, അടിമകളോ, കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഉള്ളവരോ, പാപികളോ, അന്യായം അനുഭവിക്കുന്നവരോ ആകട്ടെ, ദൈവമാണ് ജീവൻ നൽകുന്ന കർത്താവെന്നറിയുക. തൻ്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ദൈവം സ്നേഹം ആകുന്നു. 1 യോഹന്നാൻ 4:8. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:34. സ്നേഹത്തിന് അഗാപ്പെ എന്നുപയോഗിക്കുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ളതും മനുഷ്യർക്ക് ദൈവത്തോടും മറ്റു മനുഷ്യരോടും ഉണ്ടായിരിക്കേണ്ടതുമായ സ്നേഹബന്ധം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്വഭാവം തന്നെ സ്നേഹമാണ്. എൻ്റെ ഏതവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ ഏകപുത്രനെ നമ്മുടെ പാപപരിഹാരമായി അയച്ചതിലാണ് ദൈവസ്നേഹ പാരമ്യം അടങ്ങിയിരിക്കുന്നത്. 1 യോഹന്നാൻ 4:7-12 വരെയുള്ള തിരുവചനങ്ങൾ. ഒരിക്കൽ ഒരു ഇന്ത്യക്കാരന് ലണ്ടനിൽ വെച്ച് ദർശനമുണ്ടായി. മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് കാണിച്ചു. പക്ഷേ തൻ്റെ പേരതിലില്ല. ഇന്ത്യക്കാരൻ വിഷമിച്ചു നിന്നപ്പോൾ ഇത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തത് പാഴായിപ്പോയല്ലോ എന്നോർത്ത് ചിന്തിച്ചിരിക്കുമ്പോൾ മാലാഖ വേറെ വലിയ ലിസ്റ്റ് കാണിച്ചു. ദൈവം സ്നേഹിക്കുന്നവരുടെ 2ാമത്തെ ലിസ്റ്റിൽ ഇന്ത്യക്കാരൻ തൻ്റെ പേര് കണ്ടുപിടിച്ചു. നാം എത്ര വലിയ പാപികളാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹമെന്നാൽ സ്വാർത്ഥതയില്ലാത്ത ഭാവം എന്നാണ്. സ്നേഹത്തിന്റെ അപ്പസ്തോലനായ യോഹന്നാൻ ദൈവത്തെ അവതരിപ്പിക്കുന്നത് ജീവന്റെ വചനമായിട്ടാണ്. യോഹന്നാൻ 1:1. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. യോഹന്നാൻ 15:9. ഈശോയോടുകൂടെ കൂടുതൽ സമയം അടുത്തുണ്ടായിരുന്നത് യോഹന്നാൻ ആയിരുന്നതിനാൽ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാം. യേശു തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ 13:1b. എൻ്റെ ദൈവവിളി ദൈവത്തിന്റെ നിത്യമായ സ്നേഹമാണ്. ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായ എന്നെ ദൈവം വിളിച്ചു. ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശവും അവിടുന്ന് നൽകി. യോഹന്നാൻ 1:12. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. റോമ 8:1-4 വരെ. ഈശ്വര മനുഷ്യ സ്നേഹത്തിന്റെ അനുഭൂതിയും അനുഭവവുമാണ് എന്നെ സ്നേഹത്തിൽ വളർത്തുന്നത്. ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ് പൗരോഹിത്യം. എന്നാൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ വേർതിരിച്ചു നിർത്തുകയും തന്റെ കൃപയിൽ എന്നെ വിളിക്കുകയും ചെയ്തു. ഗലാത്യ 1:15-16 വചനങ്ങൾ. എന്നെ സ്നേഹിക്കുകയും എന്നെ പ്രതി സ്വയം ബലിയായി അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസം മൂലമാണ് ഞാൻ ജീവിക്കുന്നത്. ഗലാത്യ 2:20. യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കലേക്ക് വിളിച്ചു. വിളിക്ക് യോജിച്ച വിധം ജീവിക്കുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്തവ പിഴുതെറിയുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. യേശു ശിഷ്യന്മാരോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് അവർക്ക് വേണ്ടി ആദ്യം
പ്രത്യേകമായി അന്ത്യത്താഴത്തിന് ശേഷം ഉപദേശം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം ഇവരാണല്ലോ രക്ഷാകര പ്രവൃത്തി തുടർന്നു കൊണ്ടു പോകേണ്ടത്. യേശുവിന് അതറിയാമായിരുന്നു. അന്ധകാര ശക്തികള് ഇവരെ കർമ്മപഥത്തിൽ നിന്നും വ്യതിചലിപ്പിച്ചേക്കാൻ ഇടയുണ്ടെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു ദൈവസ്നേഹത്താൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യോഹന്നാൻ 17:20 മുതൽ 26 വരെ. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം മാനവകുലത്തിന് ജീവൻ നൽകുക എന്നതത്രേ. ദൈവം ക്രിസ്തുവിന് നൽകിയ അതേ മഹത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മഹത്വം കുരിശാണ്. ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ്. അതാണ് നമ്മുടെ ഭക്ഷണം. ക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണ്. ഒരേ പിതാവിന്റെ മക്കളാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ ഐക്യമാണ് നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈശോമിശിഹായോട് ഐക്യപ്പെട്ട് ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ്? മാനസാന്തരമില്ലായ്മ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, വ്യക്തിപരമായ ക്ലേശങ്ങൾ, മറ്റുള്ളവരുമായുള്ള ക്ലേശങ്ങൾ. ഈ ലോകമാവുന്ന പായസക്കെറ്റിൽ നമ്മൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിൻ്റെ ടാപ്പടയ്ക്കുന്ന തവളയാണോ നാം? ടാപ്പ് ഉള്ളിൽ നിന്നും അടഞ്ഞപ്പോൾ പായസം ആർക്കും കിട്ടാതായി. വ്യവസ്ഥിതിയല്ല മാറേണ്ടത്, മനസ്ഥിതി ആണല്ലോ. ഒരുവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സ്ത്രീധനമായി കിട്ടുവാനുള്ള 25,000 രൂപ വിവാഹ ജൂബിലി കഴിഞ്ഞെങ്കിലും കിട്ടിയാൽ 5,000 രൂപ പള്ളിക്ക് നേർച്ച കൊടുക്കാമെന്ന്. പ്രാർത്ഥനയിലും കച്ചവട മനസ്ഥിതി. ഇവിടെ ദൈവസ്നേഹമോ ക്ഷമയോ മാനസാന്തരമോ ഇല്ല. പിളർക്കപ്പെട്ട കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട ഒരു ഹൃദയമാണ് യേശു നമുക്കായി തരുന്നത്. സ്നേഹത്തിന്റെ ഉറവിടമാണ് അവിടുത്തെ ഹൃദയം. യോഹന്നാൻ 19:31 മുതൽ 37 വരെ. ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള അവസരങ്ങൾ തിരസ്കരിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകുവാൻ തടസ്സമാകുന്നു. വ്യക്തിപരവും സാമൂഹികപരവുമായ ക്ലേശങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ സ്നേഹം അനുഭവിക്കാം. സമ്പത്തിനോടുള്ള അമിതമായ അടുപ്പം ദൈവസ്നേഹം സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്നു. എസെക്കിയേൽ 28:1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ടയർ രാജാവിന്റെ മനോഭാവത്തെക്കുറിച്ച് നാം കാണുന്നു. അഹങ്കാരത്തള്ളൽ കൊണ്ട് രാജാവ് ദേവനാണെന്ന് കരുതി ദൈവത്തെ പോലെ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞ് സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. എസെക്കിയേൽ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ടയർ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ ദൈവമല്ല, നീ മനുഷ്യൻ മാത്രമാണ്. സമ്പത്ത് വർദ്ധിപ്പിച്ച് നീ അഹങ്കരിച്ചു. ദൈവത്തെ പോലെ ജ്ഞാനിയായി നീ നിന്നെ കണക്കാക്കി. ആയതിനാൽ ഏറ്റവും ഭീകരന്മാരായവരെ നിന്റെ മേൽ ഞാൻ അയക്കും. അവർ നിനക്കെതിരെ വാളൂരും. നിന്റെ തേജസ് കെടുത്തിക്കളയും. പാതാളത്തിലേക്ക് നിന്നെ തള്ളിയിടും. നീ സമുദ്രമധ്യേ ആയിരിക്കും. ദൈവസ്നേഹ തിരസ്കരണ ഫലം ഇതാണ്. എല്ലാ സുഖഭോഗങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുന്നവരും ദാരിദ്ര്യവും ഇല്ലായ്മയും എന്തെന്ന് അറിയില്ലാത്തവരും ദൈവസ്നേഹവും സന്തോഷവും അനുഭവിക്കില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക അസാധ്യം. ഹെബ്രായർ 12:14. ദൈവസ്നേഹത്തെ തിരസ്കരിച്ച് മനുഷ്യ സ്നേഹത്തിന്റെ പിന്നാലെ പോയാൽ പാപകരവും വേദനാജനകവുമായ ജീവിതമാകും ഫലം. യോഹന്നാൻ 4:15 മുതൽ 42 വരെ വചനങ്ങളിൽ ഈശോയും പാപിനിയായ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ വലിയ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ധാരാളം സമറിയാക്കാർ യേശുവിൽ വിശ്വസിക്കുവാനിടയായി. ദൈവം അരൂപിയാണ്. അരൂപിയിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും. സ്നേഹം ഉറക്കമിളച്ചിരിക്കുന്നു. ഉറങ്ങിയാലും അത് ബോധം കിട്ടുക നിദ്ര ചെയ്യുന്നില്ല. മിശിഹാനുകരണം പുസ്തകം 3 അധ്യായം 5 നമ്പർ 5.